ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്താണെന്ന് കണ്ടല്ലോ. ഇനി ഏത് സമാന്തര ശ്രേണിയുടെയും ബീജഗണിത രൂപം എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഉദാഹരണമായി 12, 23, 34 എന്നിങ്ങനെയുള്ള സമാന്തര ശ്രേണി നോക്കാം. ഇതിലെ അടുത്ത പദം ഏതാണ്? 45 അല്ലേ? അതിനടുത്ത പദമോ? അത് 56 ആണല്ലോ. ഇങ്ങനെ ഓരോന്നായി നോക്കാതെ ഏത് സ്ഥാനത്തെയും പദം കണക്കാക്കാമല്ലോ. ഇതിലെ 10ാം പദം കണക്കാക്കുന്നത് എങ്ങനെയാണ്? 1ാം പദം 12 ആണല്ലോ. പൊതുവ്യത്യാസമോ? അത് 11 ആണല്ലോ. 1ാം പദത്തിൽ നിന്ന് 10ാം പദത്തിലേക്കുള്ള സ്ഥാനവ്യത്യാസമോ? അത് 10 - 1 അഥവാ 9 അല്ലേ? അപ്പോൾ ആദ്യ പദത്തോട് 9 തവണ പൊതുവ്യത്യാസം കൂട്ടിയതായിരിക്കുമല്ലോ 10ാം പദം. അതായത് 10ാം പദം 12 + 9 ഗുണിക്കണം 11 അഥവാ 111 ആണല്ലോ. ഇതുപോലെ ഏത് സ്ഥാനത്തെയും പദം കണക്കാക്കാമല്ലോ. n-ാം സ്ഥാനത്തെ പദം എങ്ങനെ കണക്കാക്കും? 1ാം പദത്തിൽ നിന്ന് n-ാം പദത്തിലേക്കുള്ള സ്ഥാനവ്യത്യാസം എന്തായിരിക്കും? അത് n-1 ആയിരിക്കുമല്ലോ. അപ്പോൾ n-ാം പദം ആദ്യ പദത്തോട് n-1 തവണ പൊതുവ്യത്യാസം കൂട്ടിയതായിരിക്കുമല്ലോ. അതായത് n-ാം പദം 12 + n-1 ഗുണിക്കണം 11 ആയിരിക്കും. ഇതിനെ 12 + 11n - 11 എന്ന് എഴുതാമല്ലോ. 12 - 11 1 ആണല്ലോ. അതിനാൽ ഇതിനെ 11n + 1 എന്ന് എഴുതാമല്ലോ. അതായത് ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം xn = 11n + 1 ആണ്. ഇതിൽ n-ന് 1, 2, 3 എന്നീ സംഖ്യകൾ നൽകിയാൽ അതത് സ്ഥാനത്തെ പദങ്ങൾ കിട്ടുമല്ലോ. ആദ്യ പദം f-ഉം പൊതുവ്യത്യാസം d-യും ആയ ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്തായിരിക്കും? 1ാം പദത്തിൽ നിന്ന് n-ാം പദത്തിലേക്കുള്ള സ്ഥാനവ്യത്യാസം n-1 ആയിരിക്കുമല്ലോ. അതിനാൽ ആദ്യ പദത്തോട് n-1 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ n-ാം പദം കിട്ടുമല്ലോ. അതായത് xn = f + d ഗുണിക്കണം n-1. ഇതിനെ f + dn - d എന്ന് എഴുതാമല്ലോ. n ഉള്ള പദം ആദ്യം എഴുതിയാൽ ഇത് dn + f - d ആവുമല്ലോ. അതായത് n-നെ d കൊണ്ട് ഗുണിച്ച് f - d കൂട്ടിയതാണ് n-ാം പദം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഏത് സമാന്തര ശ്രേണിയിലും സ്ഥാനസംഖ്യയെ ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിച്ച് മറ്റൊരു നിശ്ചിത സംഖ്യ കൂട്ടിയാൽ ആ സ്ഥാനത്തെ പദം കിട്ടും. അതായത് ഏത് സമാന്തര ശ്രേണിയുടെയും ബീജഗണിത രൂപം xn = an + b ആണ്. ഇതിൽ a, b ഇവ നിശ്ചിത സംഖ്യകളാണ്. ഇതിൽ n ആയി 1, 2, 3 എന്നിങ്ങനെയുള്ള എണ്ണൽ സംഖ്യകൾ നൽകിയാൽ ശ്രേണിയിലെ പദങ്ങൾ a + b, 2a + b, 3a + b എന്നിങ്ങനെ കിട്ടുമല്ലോ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 1, 2, 3 എന്നിങ്ങനെ തുടരുന്ന എണ്ണൽ സംഖ്യാ ശ്രേണിയിലെ പദങ്ങളെയെല്ലാം ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിച്ച് ഒരു നിശ്ചിത സംഖ്യ കൂട്ടിക്കിട്ടുന്നതാണ് ഏത് സമാന്തര ശ്രേണിയിലെയും പദങ്ങൾ. ഇങ്ങനെ കിട്ടുന്ന സമാന്തര ശ്രേണിയിൽ എണ്ണൽ സംഖ്യകളെയെല്ലാം ഗുണിക്കുന്ന നിശ്ചിത സംഖ്യയാണ് പൊതുവ്യത്യാസം.